വികസന പ്രവർത്തനങ്ങളുടെ കുത്തൊഴുക്കാണ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടന്നു വരുന്നത്. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി കാട്ടാക്കട മണ്ഡലത്തിൻ്റെ വികസന നേർക്കാഴ്ചയിലൂടെ. കാട്ടാക്കട, മലയിൻകീഴ്, മാറനല്ലൂർ, പള്ളിച്ചൽ, വിളപ്പിൽ, വിളവൂർക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന നിയോജക മണ്ഡലമാണ് കാട്ടാക്കട. നേമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരുന്ന ബാലരാമപുരം, നേമം എന്നീ പഞ്ചായത്തുകൾ ഒഴിവാക്കി മലയിൻകീഴ്, പള്ളിച്ചൽ എന്നീ പഞ്ചായത്തുകൾ പുതുതായി ചേർത്ത് 2011 വികസിപ്പിച്ച നിയമസഭാ മണ്ഡലമാണിത്. കാലത്തിനൊത്ത മാറ്റത്തിലൂടെയാണ് കാട്ടാക്കട കടന്നുപോകുന്നത്. സമസ്ത മേഖലയിലും എത്തുന്ന വികസന പ്രവർത്തനങ്ങൾ MLA എന്ന നിലയിൽ ശ്രീ IB സതീഷിന്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ്. വിഭവ പ്രതിസന്ധി കാരണം കേരളം വികസനത്തിൽ നിന്ന് പിന്തിരിയണം എന്ന കാഴ്ചപ്പാടുകളെ മറികടക്കാനാണ് കിഫ്ബി എന്ന ആശയം, പദ്ധതി കൂടുതൽ ശക്തിയായി നടപ്പാക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ നടപ്പാക്കിയ കിഫ്ബി പദ്ധതികൾ കാട്ടാക്കട മണ്ഡലത്തിൻ്റെ വികസന പ്രതിച്ഛായയ്ക്ക് കൂടുതൽ തിളക്കമേകുന്നതായി. റോഡുകൾ, പാലങ്ങൾ, സർക്കാർ ഓഫീസുകൾ, കോടതി, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം തുടങ്ങി വികസനമെത്താത്ത ഒരു മേഖലയും കാട്ടാക്കടയിൽ ഇല്ലെന്ന് നിസ്സംശയം പറയാം. കാട്ടാക്കട മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെ വികസന കുതിപ്പിൻ്റെ ഉത്തോലകമായി കിഫ്ബി മാറി എന്ന അഭിമാനകരമായ കാഴ്ചയാണ് നാം കാണുന്നത്. കാട്ടാക്കട മണ്ഡലം വരുംകാല തലമുറകൾക്ക് ജീവിക്കാൻ ഉതകുന്ന വികസന കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകിയ മണ്ഡലമാണ്. ജലസമൃദ്ധിയാകട്ടെ, കാർബൺ ന്യൂട്രൽ കാട്ടാക്കടയാകട്ടെ, സ്ത്രീ സുരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയ ഒപ്പം പദ്ധതിയാകട്ടെ, അങ്ങനെ എല്ലാ ഉൽപാദന മേഖലയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞപ്പോൾ പശ്ചാത്തല മേഖലയിൽ റോഡ് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ, ആശുപത്രി, സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒക്കെ കിഫ്ബിയുടെ സഹായം നമുക്ക് ഊർജ്ജം നൽകി. അങ്ങനെയാണ് കാട്ടാക്കട മണ്ഡലം വിസ്മയിപ്പിക്കുന്ന വികസന നേട്ടങ്ങളുടെ നെറുകയിലെത്തിയത്. $12.5 കോടി മുതൽ മുടക്കി പണികഴിപ്പിച്ച കോവിൽക്കടവ് കുലശേഖരം പാലം കാട്ടാക്കട, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. 154 ലക്ഷം രൂപ ചെലവഴിച്ച് BMBC നിലവാരത്തിൽ നവീകരിച്ച അന്തിയൂർക്കോണം, മുണ്ടുകോണം റോഡ് എന്നിവ വികസനത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. $112 കോടി ചെലവഴിച്ച് കരമന കളിയിക്കവള ദേശീയപാതയുടെ 2ാം ഘട്ട വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കാട്ടാക്കടയിൽ കിഫ്ബി ചുവടുവെച്ചത്. കാട്ടാക്കട മണ്ഡലാതിർത്തിയായ പ്രാവച്ചമ്പലം മുതൽ കൊടിനട വരെ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായ ദേശീയപാത നിർമ്മാണം സാധ്യമാക്കി. അതുകൂടാതെ കാട്ടാക്കട മണ്ഡലത്തിലെ റോഡുകൾക്കായി 52 കോടി ചിലവഴിച്ചു. കിള്ളി മേച്ചിറ റോഡിന് 16.24 കോടി രൂപയാണ് കിഫ്ബി നൽകിയത്. അതുമാത്രമല്ല, പൊട്ടൻകാവ് നെല്ലിക്കാട് റോഡിന് വേണ്ടി 18.24 കോടി രൂപ അനുവദിച്ചു.
2,42,00,000 BMBC നിലവാരത്തിൽ നവീകരിച്ച കുളത്തോട്ടുമല പ്ലാവൂർ റോഡും 261,00,000 മലയൻകീഴ് മഞ്ചാടി റോഡും നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വെള്ളുമാനൂർ കോണം തൂങ്ങാമ്പാറ റോഡും അടിസ്ഥാന സൗകര്യങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ്. പൂർത്തിയാക്കിയ പദ്ധതികളുണ്ട്, നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞ പദ്ധതികളുണ്ട്. കിഫ്ബിയിലൂടെ കാട്ടാക്കട മണ്ഡലത്തിന് ചെലവഴിച്ച മുഴുവൻ തുകയും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തീകരിച്ച പദ്ധതികൾ, പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ, അതോടൊപ്പം പാറശാല കാട്ടാക്കട മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കുടുവീട്ടുകടവ് പാലം, ആ പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. 23 കോടി രൂപ മുടക്കി പണികഴിപ്പിച്ച മലയൻകീഴ് മണിയറവിള താലൂക്ക് ആശുപത്രിയിലെ ബഹുനില മന്ദിരം, 4,11,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കാട്ടാക്കട പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ്, 2.81 കോടിയുടെ കാട്ടാക്കട അഗ്നിരക്ഷാ നിലയം എന്നിവയും വികസനത്തിന്റെ നേർക്കാഴ്ചയാണ്. മലയൻകീഴ് മണിയറവിളയിൽ കാട്ടാക്കട താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. 23 കോടിയിലധികം രൂപയാണ് കിഫ്ബി അതിനുവേണ്ടി നൽകിയത്. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാനുതകുന്ന കുടിവെള്ള പദ്ധതിയും നടപ്പാക്കി കഴിഞ്ഞു. 16 കോടിയുടെ വിളപ്പിൽ കുടിവെള്ള പദ്ധതിയാണ് ഇതിൽ ശ്രദ്ധേയം. സബ് ട്രഷറി കെട്ടിടത്തിന് മലയൻകീഴ്, അതോടൊപ്പം മലയൻകീഴിലെ സബ് രജിസ്ട്രാർ ഓഫീസിന് കിഫ്ബിയിൽ നിന്നാണ് തുക നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ കിഫ്ബിയുടെ സഹായത്തോടു കൂടി എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കേണ്ട വികസന നേട്ടം ഇപ്പോഴേ കയ്യെത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒക്കെ കിഫ്ബിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് നാം പിന്നിടുന്നത്. റസൽപുരം UP സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം, വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂം എന്നിവ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളാണ്. സ്കൂളുകൾക്ക് വേണ്ടി 8 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ചത്. കാട്ടാക്കട മണ്ഡലത്തിലെ ഏക ഗവൺമെൻറ് കോളേജായ മാധവകവി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിന് അതിൻ്റെ നവീകരണത്തിന് വേണ്ടി 9.75 കോടി രൂപ അനുവദിച്ചു. അഞ്ചുതെങ്ങിൻമൂട്ടിൽ ബഹുനില കോടതി സമുച്ചയത്തിന്റെ 1ാം ഘട്ടവും പൂർത്തിയായിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത വികസനങ്ങളാണ് കാട്ടാക്കടയിൽ നടന്നതും പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നതും. വികസന പാതയിലെ ഈ കുതിപ്പാണ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്.
കിഫ്ബി വഴി കാട്ടാക്കട വികസന കുതിപ്പിലേക്ക് മുന്നേറുമ്പോൾ കിഫ്ബിയെ വിമർശിക്കുന്നവരുണ്ട്. കിഫ്ബി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് തടസ്സം നിന്നവരുണ്ട്. എല്ലാവർക്കുമുള്ള ഉത്തരമായി കാട്ടാക്കട മണ്ഡലം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു: കിഫ്ബി അനിവാര്യതയായിരുന്നു. കൂടുതൽ ശക്തിയായി കിഫ്ബിയുടെ സഹായം നമ്മുടെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ് എന്ന ബോധ്യപ്പെടുത്തലാണ് കാട്ടാക്കട മണ്ഡലം മുന്നോട്ട് വയ്ക്കുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത വികസനങ്ങളാണ് കാട്ടാക്കടയിൽ നടന്നതും പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നതും. വികസന പാതയിലെ കുതിപ്പാണ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. വികസന കേരളത്തിനൊപ്പം കാട്ടാക്കടയും മുന്നേറുമ്പോൾ സമാനതകളില്ലാത്ത മാറ്റത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ ഇനി വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളാണ്. ഭൂപ്രകൃതി കൊണ്ട് സവിശേഷമായ വൈപ്പിനിൽ നടക്കുന്നതും പ്രകൃതി ഭംഗിക്ക് മകുടം ചാർത്തുന്ന വികസനങ്ങളാണ്. വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ KN ഉണ്ണികൃഷ്ണൻ MLA നേതൃത്വത്തിൽ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. LDF സർക്കാരിന്റെ ഭരണ തുടർച്ചയിൽ റോഡ് വികസനം, കുടിവെള്ള പദ്ധതികൾ, തീരദേശ സംരക്ഷണം, തീരദേശ ഹൈവേ, ആധുനിക വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, കുഴുപ്പിള്ളി പോലുള്ള പഞ്ചായത്തുകളിൽ വികസന രേഖകൾ പ്രാവർത്തികമാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം 2021 മുതൽ ഈ 2026 വരെയുള്ള 5 വർഷക്കാലം വൈപ്പിൻ മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചരിതാർത്ഥത്തിലാണ്. പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള പൊതുവായ ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കും വിധം വൈപ്പിൻ മണ്ഡലത്തിലും ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. 600-ലധികം വരുന്ന ദ്വീപസമൂഹങ്ങൾ അടങ്ങുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ വൈപ്പിൻ മണ്ഡലം. അപ്പം അതിൻ്റെതായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങിയതുമായ പ്രവർത്തനങ്ങൾ നടത്തും. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് വൈപ്പിൻ നിയമസഭാ മണ്ഡലം. നമ്മുടെ മണ്ഡലത്തിൽ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് കണക്കാക്കാവുന്ന ഒരു മേഖലയാണ് എടവനക്കാട്. ആ എടവനക്കാട് നമ്മൾ ചെല്ലാനം മാതൃകയിൽ ടെട്രാപോഡ് ഇട്ട് കടലാക്രമണത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് 35 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാനായിട്ട് ജില്ലയിൽ നിന്നും നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന പ്രൊജക്റ്റാണ് ടെട്രാപോഡ് ഇട്ടുകൊണ്ട് എടവനക്കാടിൻ്റെ കടലാക്രമണം തടയാനുള്ള നമ്മുടെ നടപടി. മറ്റൊന്ന്, കടലാക്രമണത്തിൻ്റെയും വേലിയേറ്റത്തിൻ്റെയും ഭാഗമായി ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി നമ്മുടെ ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള 50 കോടി രൂപയുണ്ട്. അതിൽ പുനരധിവാസത്തിന് വേണ്ടി സന്നദ്ധമായി വരുന്നവർ അവരുടെ വീട് സ്ഥലവും സർക്കാരിലേക്ക് സറണ്ടർ ചെയ്താൽ പഞ്ചായത്തുകളോ നമുക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥലത്ത് ഫ്ലാറ്റുകൾ മോഡലിലോ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകളായിട്ട് നമുക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നിപ്പോൾ 50 സെൻറ്റ് സ്ഥലം നമ്മൾ ഇണങ്ങുന്നപ്പോഴിലാണ് അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, കടലാക്രമണം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ താൽക്കാലികമായ പുനരധിവാസം. ഞാൻ വന്ന ഉടനെ തന്നെ പള്ളിപ്പുറം പഞ്ചായത്തിലാണ് 5 കോടി രൂപ മുടക്കിയുള്ള സൈക്ലോൺ ഷെൽട്ടർ സ്ഥാപിച്ച് നമ്മൾ നാടിന് സമർപ്പിക്കുകയുണ്ടായി. കണയന്നൂർ താലൂക്കിലെ കടമക്കുടി, മുളവുകാട് എന്നീ പഞ്ചായത്തുകളും കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന എടവനക്കാട്, ഇളങ്കുന്നപ്പുഴ, കുഴുപ്പിള്ളി, നായരമ്പലം, ഞാറയ്ക്കൽ, പള്ളിപ്പുറം എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് വൈപ്പിൻ നിയമസഭാ മണ്ഡലം.
തീരദേശ ഹൈവേയുടെ നിർമ്മാണം, കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണം, കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കാണ് മുന്തിയ പരിഗണന. ഇപ്പോൾ വൈപ്പിങ്ങരയുടെ കുടിവെള്ളക്ഷാമത്തെ സംബന്ധിച്ച് നിലവിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ വാലിപ്പുറത്തും അതുപോലെ ഞാറക്കൽ പഞ്ചായത്തിലും 5 കോടി രൂപ വീതം 10 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് നമ്മൾ പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെങ്കിൽ 2 മേഖലകളിലായിട്ടാണ് ഇവിടെ കുടിവെള്ളം എത്തുന്നത്. അത് ആലുവയിലുള്ള ചൊവ്വര ശുദ്ധീകരണശാലയിൽ നിന്നും ശുദ്ധീകരിച്ച് പറവൂർ വഴി നമ്മുടെ എടവനക്കാട് വരെയുള്ള പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് വടുതല പമ്പ് ഹൗസിൽ നിന്നാണ് ഞാറക്കൽ വരെയുള്ള നായരമ്പലം വരെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തുന്നത്. അതിൽ ചൊവ്വരയിൽ വൈദ്യുതി തകരാറ് വന്നു കഴിഞ്ഞാൽ, പമ്പിങ്ങിന് തകരാറ് വന്നാൽ ഇങ്ങോട്ടുള്ള കുടിവെള്ളം വളരെ വൈകി മാത്രമാണ് എത്തുന്നത്. അത് പരിഹരിക്കാനായിട്ടൊരു 4.5 കോടി രൂപയുടെ പുതിയ പമ്പ് സെറ്റും അതുപോലുള്ള കാര്യങ്ങളും ജനറേറ്റർ ഉൾപ്പെടെ എല്ലാം സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഒരു 4.5 കോടി രൂപ നമ്മുടെ KSEBക്ക് നൽകേണ്ടതുണ്ട്. അതിൻ്റെ പേപ്പർ വർക്സുകളെല്ലാം നീങ്ങിയിട്ടുണ്ട്. അതിവേഗമാക്കുക അനുവദിക്കും. പള്ളിപ്പുറം പഞ്ചായത്തിൻ്റേത് മാത്രമായിട്ടുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു 12 കോടി രൂപയുടെ പ്രപ്പോസൽ ഞാൻ വഴി ജിഡയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ജിഡയുടെ ജനറൽ കൗൺസിൽ നിലവിലില്ലാത്തതുകൊണ്ട് ഉള്ള താമസങ്ങൾ മാത്രമാണുള്ളത്. സർക്കാരിന് നമ്മളത് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നമ്മൾ ADB വായ്പയോടുകൂടി സ്ഥാപിക്കപ്പെടാൻ പോകുന്ന കുടിവെള്ള പദ്ധതിയുണ്ട്. ആ കുടിവെള്ള പദ്ധതി വരുമ്പോഴത്തേക്ക് എറണാകുളം നഗരം, തൃക്കാക്കര മണ്ഡലം, എറണാകുളം നഗരത്തിൻ്റെ ചുറ്റുവട്ടമുള്ള നഗരസഭകൾ, നമ്മുടെയും നിരവധി പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണുള്ളത്. അതിനു പുറമെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കടൽവെള്ളം ശുദ്ധീകരിച്ചു എന്നുള്ള ഡീസാലിനേഷൻ പ്ലാന്റ്, അത് മുനമ്പത്താണ് നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ പേപ്പർ വർക്സുകളെല്ലാം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായും അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയുമെന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. സ്കൂളുകൾ ഹൈടെക് ആക്കൽ, ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെയുള്ള വിവിധ പദ്ധതികൾ എന്നിവയും എടുത്തു പറയേണ്ടവയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലകളിൽ നമ്മുടെ സ്കൂളുകളും കോളേജുകളുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലാണ്. വളരെ ഭാവനാ സമ്പന്നതയോടും താല്പര്യത്തോടും കൂടിയാണ് ആ മേഖല ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ വർഷവും SSLC അതുപോലെ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുണ്ട്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ, മറ്റ് ലഘുഭക്ഷണം, മോട്ടിവേഷൻ ക്ലാസ് എന്നിവ അടങ്ങുന്ന വിദ്യാഭ്യാസ പരിപാടികൾ പിന്നിട്ട 4 വർഷവും ഞാൻ നല്ല നിലയിൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള നമ്മുടെ വിദ്യാലയങ്ങൾ അതെല്ലാം സുരക്ഷിതമായ കെട്ടിടങ്ങളാക്കി മാറ്റുന്നതിനും വിദ്യാഭ്യാസത്തിൻ്റെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനും നല്ല ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇളങ്ങുന്നപ്പുഴയിലുള്ള സ്കൂൾ മന്ദിരം 2 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മളതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ബോയ്സ് ടോയ്ലറ്റ് താഴെ, ഗേൾസ് ടോയ്ലറ്റ് മുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂം നല്ല ഫെസിലിറ്റിയുള്ള, ഹയർ സെക്കൻഡറിക്ക് പറ്റിയ ക്ലാസ് റൂംസാണ്. നല്ല പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. ഈ ബിൽഡിംഗ് വന്നതോടെ നമുക്ക് നല്ല അഡ്മിഷനിലും നല്ല സ്കോപ്പുണ്ട്. പിള്ളേർ നന്നായിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. MLA വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് പണി എവിടത്തോളം ആയെന്നുള്ള കാര്യങ്ങളെല്ലാം സജിത്ത് PA മിക്കവാറും എല്ലാവരുമായിട്ട്
പ്രിൻസിപ്പളായിട്ടും എന്നെ ആയിട്ടും എപ്പോഴും കോണ്ടാക്ട് ചെയ്തിരുന്ന് അതിൻ്റെ പുരോഗതി എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇന്നത് ചെയ്യുന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്ന് അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് ഈ കെട്ടിടത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ MLA ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കടമക്കുടിയിലുള്ള സ്കൂൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ സ്കൂളുകളുടെ കാര്യമെടുത്താൽ ഇളങ്ങുന്നപ്പുഴ LP സ്കൂള്, കാളമുക്കിലുള്ള ഗവൺമെൻറ് സ്കൂള്, ആ സ്കൂളിനെല്ലാം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 2 കോടി രൂപ നീക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ ഞാറക്കലുള്ള ഫിഷറീസ് സ്കൂൾ. 2 ഡിപ്പാർട്ട്മെൻറ്റുകളുടേതായി 3.5 കോടി രൂപയാണ് സ്കൂളിന് പുതിയ മന്ദിരം പണിയാൻ നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഏക കോളേജാണ് നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇളങ്ങുന്നപ്പുഴ. അവിടെ അതിൻ്റെ വികസനത്തിന് വേണ്ടി 5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 10 കോടി രൂപയാണ് സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അതുപോലെ പുതിയ കെട്ടിടം കോളേജിന് പണിയുന്നതിന് വേണ്ടി 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനു പുറമെ കോളേജുകളിലും സ്കൂളുകളിലും കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വിജ്ഞാനത്തിൻ്റെ വിശാലമായ മേഖലകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറന്നുയരാനുള്ള സന്ദർഭം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലേക്കും ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും നൽകിയിട്ടുണ്ട്. പല സ്കൂളുകളിലും ഗണിത ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് കഴിയുന്നത് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ ലൈബ്രറി സ്ഥാപിക്കാൻ ഞാൻ മുൻകൈയെടുത്തു എന്നുള്ളതാണ്. കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ സമഗ്ര വികസന രേഖകൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മുടെ മത്സ്യമേഖലയുടെ വിപണന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് മുനമ്പം ഹാർബർ. ഇത് കാലപ്പഴക്കം മൂലം ചില തകരാറുകൾ അതിന് സംഭവിച്ചിട്ടുണ്ട്. ആ മുനമ്പം ഹാർബർ ആധുനികമായ രീതിയിൽ വികസിപ്പിക്കാനും 2 നിലകളിലായി ഹാർബറിൻ്റെ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയാനും ആംബുലൻസ് സർവീസും മറൈൻ ആംബുലൻസ് സർവീസും അതുപോലെ തന്നെ ഫയർ സർവീസിൻ്റെ സൗകര്യങ്ങളോടുകൂടി ഞാൻ കൊടുത്ത നിവേദനത്തിൻ്റെ ഭാഗമായി മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്രാസ് IIT ഒരു പഠനം നടത്തി ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. 115 കോടി രൂപ വരുന്ന പദ്ധതിയാണ്. മുനമ്പം ഹാർബറിൻ്റെ വികസനം സാധ്യമാക്കാൻ പോവുകയാണ്. ആ പദ്ധതി നമ്മൾ അതിൻ്റെ രൂപരേഖ അംഗീകരിച്ചു. കളക്ടറുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേർന്ന് അത് അംഗീകരിച്ചു. സർക്കാരിലേക്ക് നമ്മളത് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. അത് 60-40 റേഷ്യോയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പരിപാടിയിലോ സാഗർമാല പദ്ധതിയിലോ പെടുത്തി ഭാവിയിൽ ആ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആ നിലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിലൂടെ വൈപ്പിൻ എന്ന പ്രദേശത്തെ കേരളത്തിന് മാതൃകയാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ഒന്നിച്ചു മുന്നേറിയ ഒരു പതിറ്റാണ്ടിലൂടെ വൈപ്പിനും കുതിച്ചു പായുകയാണ്.